നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ്. വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 തുലാമാസം 1-ാം തീയതി ശനിയാഴ്ച, അതായത് 2025 ഒക്ടോബർ മാസം 18-ാം തീയതി മുതലുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ്. ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ വാരത്തിലാണ് പ്രധാനമായും 2 ഗ്രഹങ്ങളുടെ ചരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന് ആദിത്യനാണ്. പ്രഭാവകാരകനായ ആദിത്യൻ തുലാമാസം 1-ാം തീയതി നീചത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്രകാരം മറ്റൊരു മഹത്കാര്യം സംഭവിക്കുന്നത് തുലാമാസം 1-ാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് വരികയാണ്. വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ്. അതിനാൽ ഒരു ഗ്രഹത്തിന് നീചസ്ഥിതി, മറ്റൊരു ഗ്രഹത്തിന് ഉച്ചസ്ഥിതി, ഇങ്ങനെയൊക്കെയാണ് ജ്യോതിഷത്തിൽ ഉണ്ടാവുക. പക്ഷേ പലപ്പോഴും ദൈവാധീനം നാം ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ്. ഒരു ജ്യോതിഷ കവിടി നിരത്തുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതിക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവാധീനമൊക്കെ നാം ചിന്തിക്കുന്നത്. സർവ്വ ഈശ്വരാണം സാന്നിധ്യം, എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം. വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥനാണെന്ന് നാം പറയും. ഏതായാലും ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 4-ാം ഭാവത്തിൽ വ്യാഴം, 5-ാം ഭാവത്തിൽ കേതു, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, ശുക്രൻ, 7-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, 11-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ശനി. മേടൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തിൽ സംഭവിക്കുന്ന വലിയൊരു ദൈവാധീനം വ്യാഴം ഉച്ചൻ രാശിയിലേക്ക് വരുന്നു എന്നതാണ്. ഭാഗ്യാധിപനായ വ്യാഴം, വൈകല്യവാനായ 12-ാം ഭാവാധിപത്യമുള്ള വ്യാഴം അങ്ങനെ ദുർബലമായ 3-ാം ഭാവത്തിൽ നിന്നും 4-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഒരാളെ ദൈവാധീനത്തിൽ നല്ല ഭാഗ്യം വരാം. ഇവിടെ ഹോരാചാര്യർ ആശ്രയഫലം പറഞ്ഞിരിക്കുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ ഇപ്രകാരമാണ്: ചാന്ദ്രേ രത്നസുധസ്സു ദാരവിഭഹ പ്രജ്ഞാസുഖേരന്യുത. ബൗദ്ധികമായ തലത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വ്യാഴം. കർമ്മമേഖലയിൽ പുത്തൊരു ഉണർവ് വരും. തനിക്ക് അധികാരം, തൻ്റെ കർമ്മമേഖല വികസിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇവിടെ മേടൻ രാശിക്കാർക്ക് രാശ്യധിപനായ ചൊവ്വ മൗഢ്യമില്ലാതെ 7-ാം ഭാവത്തിലാണെങ്കിലും ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. ആ ഭാവത്തിന് ബലത്തെ പ്രദാനം ചെയ്യുന്നു. ഏതൊരു ഗ്രഹചക്രത്തിലും രാശിയുടെ അധിപൻ, ജാതകത്തിലാണെങ്കിൽ ലഗ്നാധിപൻ ലഗ്നത്തിലേക്കോ രാശ്യധിപൻ രാശിയിലേക്കോ നോക്കുകയാണെങ്കിൽ അത് രാജയോഗമാണ്. അതിനാൽ പല കാര്യങ്ങൾക്കും മേടൻ രാശിക്കാർക്ക് താൻ മുട്ടി നോക്കിയ വാതിലുകൾ, നെറ്റിത്തടത്തിന് നേരെ വന്ന അനുഭവം കുറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു വാരം തുലാം 1 മുതൽ അനുകൂലമായി വരും. 4 കാലുള്ള വാഹനങ്ങൾ, 4കാലികളെ ശ്രദ്ധിക്കണം. അപ്രകാരം തന്നെ എന്തിനേയും ശ്രദ്ധിക്കണം, വാഹനങ്ങളിലൂടെയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കണം. അധോമുഖ രാശിയാണ്. 5-ാം ഭാവാധിപനായ ഗ്രഹമാണ് നീചത്തിൽ നിൽക്കുന്നത്. സന്താന വിഷയത്തിലുണ്ടാകുന്ന അരിഷ്ടതകൾ ശ്രദ്ധിക്കണം. എബോഷനാവുക, അല്ലെങ്കിൽ മക്കൾക്ക് രോഗാതി അരിഷ്ടതകൾ വരിക. സന്താനപതിയായ ഗ്രഹം സൂര്യൻ നീചസ്ഥനാണ്. അത് 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പുനർവിവാഹത്തിന് വളരെ അനുകൂലമായ സമയമൊക്കെയാണ്. ഒരു വിവാഹം തകർന്നു കഴിഞ്ഞാൽ മറ്റൊരു വിവാഹത്തെ പറ്റിയുള്ള ചിന്തകളൊക്കെ ഈ ഒരു മാസമാകാം. തുലാമാസത്തിൽ ചിന്തിച്ചു കൊള്ളണം. വീട്ടിലുള്ള ക്ലേശങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീബർഗത പരിഭവം മതകേ പതങ്കി. 7-ാം ഭാവത്തിൽ സൂര്യനും 7-ാം ഭാവാധിപൻ നീചസ്ഥനായി നിൽക്കുന്നു. അതിനാൽ ഫാമിലി ലൈഫിലുണ്ടാകുന്ന അരിഷ്ടതകൾ ശ്രദ്ധിക്കണം. 4-ാം ഭാവത്തിൽ വ്യാഴം വന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ 4-ാം ഭാവാധിപൻ 6-ലാണ് നിൽക്കുന്നത്. അമ്മയ്ക്ക് ശാരീരികമായ ക്ലേശങ്ങൾ വരാം. അമ്മയെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അമ്മയുടെ മുഷിച്ചൽ വരാതെ നോക്കണം. ധാരാളം ശത്രുക്കളുണ്ടാകാം. 7 സൂര്യൻ വന്നാലും ശത്രുക്കളാണ്. 7-ൽ ചൊവ്വ ഉണ്ടെങ്കിലും ശത്രുക്കളാണ്. ഇവിടെ 6 ചന്ദ്രൻ വരുന്നു. ശത്രു വരും, ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രു വരും. അതിനാൽ നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസവും ശത്രുസംഹാര കുരുതിയും ചെയ്യും. എങ്കിലും ഈ വ്യാഴം മാനസികമായ സ്വസ്ഥത മേടൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും. പല കാര്യങ്ങൾക്കും യു ക്യാൻ സേ ഗുഡ് ഓപ്പണിംഗ്. അസംഭാവ്യമായത് സംഭവിക്കും മേടൻ രാശിക്കാർക്ക്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകൾ ചെയ്യുക. നന്ദി, നമസ്തേ.